ഏതോ ഒരു ജേർണലിസ്റ്റാ. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. താങ്കൾ ഈ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു. എന്തായിരുന്നു സാർ കാര്യം? ആ കേസിൽ CBIക്ക് എന്തോ തെറ്റുപറ്റി, അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില അഭ്യൂഹങ്ങളുണ്ട്. എനി ഫാക്ട് ഇൻ ദാറ്റ്? എന്നോടിപ്പോൾ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? കാരണം സാധാരണ ജേർണലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. പരിചയമില്ലാത്ത ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തൻ്റെ പേര്, പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും, അല്ലേ? സോറി, എൻ്റെ പേര് അനിലെന്ന, ഫ്രീലാൻസറാണ്. മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ്? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ? സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഹോൾഡ് ചെയ്യാം. നാശം. ഏകദേശം സാറിനുണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആൾ തന്നെ. ആരാ അത്? കണ്ണൂർ ജയിലിലെ ജയിലർ രാജു. ഒരുപക്ഷെ സാറ് മറന്നു കാണില്ല, നമ്മുടെ പഴയ DYSP ദേവദാസ്, കുമാരപുരം ഫെയിം. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സത്യദാസ് DYSPയാ. ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന്. അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന്. അയാൾ അങ്ങനെ ചോദിച്ചതിന് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ. എന്താ? അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ DYSP ആയിരുന്നു. ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ? പിന്നെ തൻ്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഫിക്സ് അപ്പ് ആൻ അപ്പോയിൻറ്റ്മെന്റ് ആൻഡ് കോൾ മീ.